ബോബി ചേട്ടനെ വരെ വിറപ്പിച്ച വില്ലൻ. ബോബി ചേട്ടന് വരയെന്ന് പറഞ്ഞാൽ ഞാൻ വിറയ്ക്കാത്തില്ല. അങ്ങനെ എണ്ണാനൊന്നും പറ്റിയില്ല മോനെ. അത് ചന്നം പിന്നെ വരുമല്ലായിരുന്നു. വരിക മേടിക്കുക പോവുക, അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. ഈ ആശിഷിൽ ഇത്രയും ക്രൂരനായിട്ടുള്ള ഒരു വില്ലൻ എങ്ങനെ കണ്ടു? ബേസിക്കലി നല്ല ആക്ടറാണ്. ഇതെല്ലാം നടക്കട്ടെ. ഇതാണ് ഡയറക്റ്റ്. സെൽഫി എടുക്കാം. താങ്ക് യു. Thank you. Done well. Can you photo എടുക്കുമ്പോൾ സ്നാപ്പ് എടുക്കണം? ഒരു സിക്സ്. Thank you. Thank you so much. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? എങ്ങനെ ഉണ്ടായിരുന്നു? സമ്മായിരുന്നു. പയ്യ എങ്ങനെയുണ്ട്? സ്മാർട്ടായിരുന്നു കേട്ടോ. വില്ലൻ സൂപ്പർ. Thank you. ഞാൻ പോയി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ് വർക്ക്. Thank you. Thank you. ആശിഷ് ബ്രോ, എന്താണ് ഈ സ്നേഹ കാണുന്നത് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. പറയാലോ. ബോബി ചേട്ടനെ വരെ വിറപ്പിച്ച വില്ലനായിട്ടാണ് സ്ക്രീനിൽ വന്നത്. ഭയങ്കര സന്തോഷം. നല്ലൊരു റെസ്പോൺസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. ലാലേട്ടൻ എന്താ പറഞ്ഞത് സിനിമ റിലീസായതിനു ശേഷം? അല്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ക്ലീൻ ഷേവ് നടക്കാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. ക്ലീൻ ഷേവ് എന്താ ചോദിച്ചാ? അങ്ങനെ ജസ്റ്റ് പറഞ്ഞു. കണ്ണിട്ടതിരിക്കാൻ വർഷപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് മുന്നേ? ചെറുതായിട്ട് അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ ഡയറക്ടർ ജൂഡേട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയ. അപ്പോൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. സോ താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ. മൊത്തത്തിൽ ഹാപ്പിയാണ്. അതെ, ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അയ്യോ, അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പണിയിലാണല്ലോ ഈ ബോബി ചേട്ടനെ വരെ വിറപ്പിച്ച വില്ലനാണ് നമ്മുടെ ആശിഷ്. എനിക്കും വിറയ്ക്കേണ്ട വന്നു അവനെ കണ്ട്. ഒരുപാട് സന്തോഷം. പടം അതിഗംഭീരമായിട്ട് പോകുന്നു.
നമ്മുടെ ആശിഷ് ജോ ആൻ്റണിയെ ജനങ്ങൾ കയ്യിലേറ്റി, വിസ്മയ മോഹൻലാലിനെ കയ്യിലേറ്റി. അപ്പോൾ പടം അതിഗംഭീരമായിട്ട് പോകുന്നു. ഞങ്ങളെല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത പടമാണ്. അത് ജനം സ്വീകരിച്ചതിന് ഒരുപാട് സന്തോഷം. ഭയങ്കര ഹാപ്പി. അങ്ങനെ എണ്ണാനൊന്നും പറ്റിയില്ല മോനെ. അത് ചന്നം പിന്നം വരുമല്ലായിരുന്നു. വരിക, മേടിക്കുക, പോവുക, അങ്ങനെ ഒരു സംവിധാനമായിരുന്നു. ലാലേട്ടൻ സിനിമ റിലീസാകുന്നതിന് മുമ്പ് ഷോയ്ക്ക് പോകേണ്ടതുകൊണ്ട് അതിൻ്റെ തലേദിവസം സിനിമ കണ്ടിരുന്നു. ലാലേട്ടൻ നല്ലൊരു സിനിമയാണ് മോനെ, ബാക്കി ജനങ്ങളുടെ കയ്യിലാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയും. അല്ല, ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം DSCയിൽ അപ്പൂൻ്റെ കൂടെ ചെയ്തു, ഇപ്പോഴത്തെ മായയോടൊപ്പം ചെയ്തു, ആനടിച്ചേൻ്റെ ജോക്കട്ടൻ്റെ കൂടെ ചെയ്തു, അതല്ലേ പറയട്ടെ. അപ്പോൾ അതിന് ഭയങ്കര ഹാപ്പിയാണ്. നല്ല വിജയം, എല്ലാവരും ഏറ്റെടുത്തു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ഈ കിട്ടുന്ന തിയേറ്ററിലെ കയ്യടിയാണല്ലോ നമുക്ക് പിന്നെ അടുത്തൊരു സിനിമ. ഓഡിയൻസിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു സിനിമ നല്ലതെന്ന് കേൾക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ത്രില്ഡ് ആണ്, ദ ഹോൾ ടീം. അതെ, അല്ല കളക്ഷനൊക്കെ പ്രൊഡക്ഷൻ അതാണ് ആൻഡിച്ചേട്ടൻ്റെ നമ്പർ തരാം. പടം നല്ല രീതിയിൽ ഹൗസ്ഫുള്ളായി പോകുന്നത് തന്നെ പറയുന്നത് അതിൻ്റെ നല്ലൊരു സിനിമയുടെ ഒരു ഇതല്ലേ. ബാക്കി ഇനിയുള്ള ദിവസങ്ങളും വളരെ നന്നായിട്ട് ആൾക്കാരെല്ലാം വന്ന് കാണട്ടെ. ഒരു തിയേറ്റർ വാച്ചബിൾ മൂവിയാണ്. സോ മസ്റ്റ് വാച്ച് തിയേറ്ററാണ്. ഓണം ആസ്വദിക്കാം. അതെ, വിത്ത് ധൈര്യമായിട്ട് ഫാമിലി ആയിട്ട് വന്ന് കാണാവുന്നൊരു മൂവിയാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ സ്ത്രീജനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു ഫാമിലി ഓഡിയൻസ് ഈ സിനിമ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒരു ചെറിയ കാര്യമേ അല്ല ഇപ്പോഴത്തെ കാലത്ത്. അപ്പം സോ ഒന്നും അറിയില്ല അവനെ. ഉറപ്പായിട്ടും പടങ്ങളുണ്ടാവുമല്ലോ. എൻ്റേതോ, ഞാൻ എൻ്റെ ഇപ്പോൾ കോട്ടയം ബെൽറ്റ് എന്ന് പറയുന്ന സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആസിഫ് അലിയുടെ ജിസ് ജോയ് മൂവി. ഞാൻ അതിലൊരു വേഷം ചെയ്യുന്നുണ്ട്. ഷൈൻ ടോം ഉണ്ട്, ആസിഫ് അലി ലീഡ്, ജിസ് ജോയ് ഡയറക്ഷൻ, TRSM ഷൂ പ്രൊഡ്യൂസർ. ഉറപ്പായിട്ടും ജിസ് ജോയുടെ ഒരു മാസ പരിപാടി ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലോ ആൻഡ് ഓർഡർ ഉണ്ട് രഞ്ജിത് സാറിൻ്റെ. എന്തോ അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൊളിയത്തില്ലടാ. അത് സിനിമ വരുമ്പോൾ കാണാം. താങ്ക് യു. നല്ല പടം. പടം എല്ലാരും കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ പറയാനുള്ളത്? എനിക്ക് സന്തോഷം കേൾക്കുമ്പോൾ. തുടങ്ങിയാലോ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഫാമിലികൾ അറിഞ്ഞു പിടിച്ചു വരുന്നു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്ന പ്രതീക്ഷിക്കുന്നു. ഈ ആശിഷിൽ ഇത്രയും ക്രൂരനായിട്ടുള്ളൊരു വില്ലൻ എങ്ങനെ കണ്ടു? ബേസിക്കലി നല്ല ആക്ടറാണ്. നല്ല ആക്ടറാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും, അറിയാം. പിന്നെ നമുക്ക് വിശ്വാസം അതിലെ എല്ലാം. ബോബിച്ചേട്ടനെ വരെ വിറപ്പിച്ച വില്ലൻ. ബോബിച്ചേട്ടനെ വരയെന്ന് പറഞ്ഞാൽ ഞാൻ വിറയ്ക്കാത്തില്ല. ഞാൻ വിറയ്ക്കാത്തില്ല. ഞാൻ എവിടെയും വിറയ്ക്കും. അപ്പൊ എല്ലാവരോടും ഒരുപാട് സന്തോഷം. താങ്ക് യു. അതെ, നമ്മൾ വെച്ചതല്ല, ശരിക്കുള്ളതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കണ്ണാണ് എന്റെ സംസാരിച്ചത്. ഭയങ്കര ഹാപ്പിയാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇല്ല, അപ്പൊ അങ്ങനെ കുറെ സിനിമകളൊക്കെ കാണാൻ പറഞ്ഞു. അങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ. അതങ്ങനെയൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞാനിപ്പോ പഠിത്തം കഴിഞ്ഞു. ഇപ്പൊ അഭിനയം പഠിക്കുക. ഓക്കെ, എല്ലാവരോടും ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. താങ്ക് യു. നിനക്കില്ല, നീ തിരക്കിനിടയ്ക്ക് പറഞ്ഞെത്തിയില്ലോടാ. ഡൽഹിയിൽ നിന്നും കണ്ടോ?